ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗാന്ധാരി വിലാപമാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മലയാള ഭാഷയ്ക്ക് തനതായിട്ടുള്ള ഒരു അടിത്തറ കൊടുത്ത ആളാണ് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നിട്ടുള്ള എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഓർത്ത് വെക്കണം, 16-ാം നൂറ്റാണ്ടാണ്. 16-ാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം എന്താണ് ചെയ്തത്? മഹാഭാരതം കിളിപ്പാട്ട്, രാമായണം കിളിപ്പാട്ട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ. നമ്മുടെ അന്നത്തെ കേരളീയ സമൂഹം എന്ന് പറയുന്നത് വളരെ ജീർണമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥയെ ഭക്തി പ്രസ്ഥാനത്തിലൂടെ, ഭക്തിയുടെ മാർഗത്തിലൂടെ മാറ്റിയെടുക്കാനൊക്കെ എഴുത്തച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ നമുക്ക് പഠിക്കാനുള്ളത് മഹാഭാരതം കിളിപ്പാട്ടാണ്. കിളിപ്പാട്ട് എന്താണ്? കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ കിളിയെ കൊണ്ട് പാടിക്കുന്ന തരത്തിലാണ് അദ്ദേഹം എഴുതിയത്. അതുകൊണ്ടാണ് ഇതിനെ കിളിപ്പാട്ട് എന്ന് നമ്മൾ പറയുന്നത്. കിളിയെ കൊണ്ട് പാടിക്കുന്ന തരത്തിലുള്ള പാട്ടുകളെയാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത്. രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്. അപ്പം രാമായണം എഴുതിയത് നമുക്കറിയാം എഴുത്തച്ഛനല്ല, വാൽമീകി മഹർഷിയാണ്. അതുപോലെ തന്നെ മഹാഭാരതം എഴുതിയത് വ്യാസനാണ്. അപ്പോൾ എന്താണ് കിളിപ്പാട്ട് അല്ലെങ്കിൽ മഹാഭാരതം കിളിപ്പാട്ട് എന്താണ്, രാമായണം കിളിപ്പാട്ട് എന്താണ് എന്ന് വെച്ചാൽ അതെന്താണ്? ഇവർ എഴുതിയിട്ടുള്ളതിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ്. അതായത് മഹാഭാരതം കിളിപ്പാട്ട് എന്ന് പറയുന്നത് വ്യാസൻ എഴുതിയിട്ടുള്ള മഹാഭാരതത്തിൻ്റെ വിവർത്തനമാണ്. അതും സ്വതന്ത്ര വിവർത്തനമാണ്. വ്യാസൻ അത് കുറേ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ എഴുത്തച്ഛൻ അതെന്താണ്, വളരെ കനക്കെ ചുരുക്കി അത് ഏറ്റവും മികച്ച ഒരു സാഹിത്യ സൃഷ്ടിയായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് വച്ചിട്ടുള്ളത്. ഇപ്പം മഹാഭാരതം അറിയാം, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥയാണ് മഹാഭാരതം എന്ന് പറയുന്നത്. സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥയാണ് മഹാഭാരതം. കൗരവര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ധൃതരാഷ്ട്രയുടെ മക്കളായിട്ടുള്ള 100 പേരുണ്ടായിരുന്നു അല്ലേ? കൗരവര് ഒരു പെൺകുട്ടി, 101 പേര്. ദുഷള പെൺകുട്ടിയാണ്, ബാക്കി എല്ലാവരും 100 പേര്, 100 ആൺകുട്ടികളാണ്. മറുഭാഗത്ത് പാണ്ഡവർ, പഞ്ചപാണ്ഡവർ, പാണ്ഡുവിൻ്റെ മക്കളായിട്ടുള്ള പഞ്ചപാണ്ഡവന്മാർ, ഇവർ തമ്മിൽ സഹോദരന്മാർ തമ്മിൽ യുദ്ധം നടത്തുകയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട്. ആ ഒരു കഥയാണ് മഹാഭാരതം കിളിപ്പാട്ട്, അല്ലെങ്കിൽ മഹാഭാരതം എന്ന് തന്നെ പറഞ്ഞാൽ. കഥയും ഉപകഥകളുമായി ചേർന്ന് നല്ല നല്ലോണം ഉള്ള ഒരു കൃതിയാണ് മഹാഭാരതം. അത് ചുരുക്കിയിട്ടാണ് എഴുത്തച്ഛൻ മഹാഭാരത കിളിപ്പാട്ട് എഴുതിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ അധ്യായങ്ങളെ പർവ്വങ്ങൾ എന്നാണ് വിളിക്കുക. അത് ഓർത്ത് വെച്ച് നോക്കണേ. പർവ്വങ്ങൾ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളല്ല, പർവ്വങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ അധ്യായങ്ങളെ പറയുന്നതാണ്. നമ്മൾ രാമായണത്തിൽ കാണ്ഡങ്ങൾ പറയാറില്ലേ? ബാലകാന്ഡം, സുന്ദരകാന്ഡം, അങ്ങനെയൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ മഹാഭാരതത്തിലെ അധ്യായത്തിന് പറയുന്നതാണ് പർവ്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ത്രീപർവത്തിലുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്ത്രീപർവം, മഹാഭാരതം സ്ത്രീപർവത്തിലാണ് നമ്മുടെ ഗാന്ധാരി വിലാപം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആരാണ് ഗാന്ധാരി എന്നും കൂടിയും പറഞ്ഞു വെക്കണം അല്ലെ? ഗാന്ധാരി എന്ന് പറയുന്നത് ധൃതരാഷ്ട്രയുടെ ഭാര്യയാണ് ഗാന്ധാരി അല്ലെ? 100 മക്കളുടെ 101 മക്കളുടെ അമ്മയാണ് ഗാന്ധാരി എന്ന് പറയും. ഗാന്ധാരി ഒരു അസ്ഥിപിണ്ഡം പ്രസവിച്ചു അല്ലെ? ആ അസ്ഥിപിണ്ഡം പിളർന്ന് 101 മക്കളായിട്ട് മാറി എന്നൊക്കെയാണ് മഹാഭാരത കഥ. ഇതിൽ ഗാന്ധാരിക്ക് വേറെ ഒരു സവിശേഷതയുണ്ട്. തൻ്റെ ഭർത്താവായിട്ടുള്ള ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധാരി തൻ്റെ ഭർത്താവിനില്ലാത്ത കാഴ്ച തനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണ് ഒരു കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വെറും 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് കണ്ണിൻ്റെ ആ കെട്ട് ഗാന്ധാരി അഴിക്കുന്നത്.